പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിട്ട് എല്ലാ ജില്ലാ വൈസും ഡിസ്ട്രിക്ട് വൈസിലേക്ക് കേരള പോലീസ് സർവീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ, അത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. താഴെ പറയുന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കേരള സംസ്ഥാനത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. വകുപ്പ് കേരള പോലീസ് സർവീസ്. ഉദ്യോഗപ്പേര് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമുള്ള പ്രത്യേക നിയമനം. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വിജ്ഞാനപ്രകാരം അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. ശമ്പളം 31,100 രൂപ മുതൽ 66,800 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ എറണാകുളം KAP 1 8 പട്ടികജാതി ഓർ പട്ടികവർഗം 2 പട്ടികവർഗം ഒഴിവുകളാണ്. കാസർഗോഡ് KAP 4 2 പട്ടികജാതി ഓർ പട്ടികവർഗം ഒഴിവുകൾ, 2 പട്ടികവർഗക്കാർക്ക് മാത്രമുള്ള ഒഴിവുകളുമുണ്ട്. ബറ്റാലിയൻ ഉൾപ്പെടുന്ന ജില്ലകളും പോലീസ് ജില്ലകളും. KAP 1 എറണാകുളം റവന്യൂ ജില്ല, കൊച്ചി സിറ്റി ആൻഡ് എറണാകുളം റൂറൽ പോലീസ് ജില്ലകൾ. നിയമന ചുമതലയുള്ള PSC ജില്ലാ ഓഫീസർ എറണാകുളം. KAP 4 കണ്ണൂർ വയനാട് കാസർഗോഡ് റവന്യൂ ജില്ലകൾ, കണ്ണൂർ വയനാട് കാസർഗോഡ് പോലീസ് ജില്ലകൾ. നിയമന ചുമതലയുള്ള PSC ഓഫീസ് കാസർഗോഡ്. ഈ തിരഞ്ഞെടുപ്പ് ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ നടത്തുന്നതായിരിക്കും. ഈ വിജ്ഞാപന പ്രകാരം ഉദ്യോഗാർത്ഥികൾ ഒന്നിൽ കൂടുതൽ ബറ്റാലിയനുകളിൽ അപേക്ഷിക്കാൻ പാടില്ല. വിവിധ ബറ്റാലിയനിലേക്ക് നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുകളിൽ ബറ്റാലിയന് നേരെ കൊടുത്തിട്ടുള്ള ജില്ലാ ആംഡ് സർവീസ് പോലീസിലേക്ക് മാത്രമേ സ്ഥലം മാറ്റം അനുവദിക്കുകയുള്ളൂ. ഈ വിജ്ഞാപന പ്രകാരം KAP 1 KAP 4 ബറ്റാലിയനിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. അപ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ 1 വർഷമായിരിക്കും. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും മേൽ സൂചിപ്പിച്ച ഒഴിവിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മാത്രമായി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവുകളിലേക്കും പ്രസ്തുത ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതാണ്. നിയമന രീതി: നേരിട്ടുള്ള നിയമനം, ബറ്റാലിയൻ തിരിച്ച്. പ്രായപരിധി 18 വയസ്സിനും 31 വയസ്സിനും. ഉദ്യോഗാർത്ഥികൾ 2/1/1994 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ. വിമുക്ത ഭടന്മാർക്ക് 41 വയസ്സ് വരെ പരമാവധി പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. വയസ്സിളവിനെ സംബന്ധിച്ച പൊതുവ്യവസ്ഥകളിലെ 2ാം ഖണ്ഡിക ആ തസ്തികയുടെ തിരഞ്ഞെടുപ്പിന് ബാധകമല്ല. യോഗ്യതകൾ: ഹയർ സെക്കൻഡറി ഓർ +2 പരീക്ഷ ജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ സംവരണം ചെയ്തിട്ടുള്ള കോട്ട നികത്തുന്നതിന് ആവശ്യമായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹയർ സെക്കൻഡറി +2 പരീക്ഷ വിജയിക്കാത്തവരെയും പരിഗണിക്കുന്നതാണ്. പിന്നെയുള്ള കുറിപ്പുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ചെടുക്കുക. ശാരീരിക യോഗ്യതകളുണ്ട്, അതും വളരെ വ്യക്തമായിട്ട് ഓരോന്നും വായിച്ച് മനസ്സിലാക്കിയെടുക്കണം. അതുപോലെ ഓരോ ഇനങ്ങളിലുള്ള ടെസ്റ്റ് ഉണ്ട്, അതും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. ഫോം ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ശാരീരിക യോഗ്യതയും കണ്ണട കൂടാതെയുള്ള കാഴ്ചശക്തിയും തെളിയിക്കുന്നതിന് താഴെ കൊടുത്തിട്ടുള്ള മാതൃകയിൽ സർക്കാർ സർവീസിലുള്ള അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടൻറ്റിൻ്റെ റാങ്കിൽ കുറയാത്ത റാങ്കിലുള്ള ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്ന് ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അസൽ കായികക്ഷമതാ പരീക്ഷയുടെ നേരത്ത് നടത്തുന്ന പ്രമാണ പരിശോധനാ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. ഇതാണ് എൻ്റെ ഫോർമാറ്റ്. ഫോട്ടോ ഒട്ടിക്കണം, സിഗ്നേച്ചർ വേണം. കാഴ്ചശക്തിയെ സംബന്ധിച്ച വിവരങ്ങൾ സർട്ടിഫിക്കറ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. വിഷൻ, നോർമൽ, ആവറേജ് മുതലായ
അവ്യക്തമായ പ്രസ്താവനകൾ സ്വീകരിക്കുന്നതല്ല. ഓരോ കണ്ണിനെയും സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. കാഴ്ചശക്തി മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള വിധത്തിൽ അല്ലെങ്കിൽ കണ്ണിന് നല്ല കാഴ്ചശക്തിയുണ്ടോ മോശമായ കാഴ്ചശക്തിയാണെന്നോ ഉള്ള വിവരം സർട്ടിഫിക്കറ്റ് നൽകുന്ന ഉദ്യോഗസ്ഥൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അല്ലാത്തപക്ഷം സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതല്ല. ട്രെയിനിങ്. പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നേരിട്ടുള്ള നിയമനം വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലീസ് ട്രെയിനിങ് കോളേജിൽ വച്ചോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ സംസ്ഥാന പോലീസ് മേധാവിയോ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ വെച്ചോ 9 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ്. അതത് സമയങ്ങളിൽ സർക്കാർ നിശ്ചയിക്കുന്ന സ്റ്റൈപ്പൻഡ് പരിശീലന കാലത്ത് ലഭിക്കുന്നതാണ്. പ്രൊബേഷൻ. നിയമനത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ നേരിട്ടുള്ള നിയമനമാണെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ദിവസം മുതൽ തുടർച്ചയായ 3 വർഷത്തെ സേവന കാലയളവിൽ 2 വർഷം പ്രൊബേഷനിലായിരിക്കും. അപേക്ഷ സമർപ്പിക്കുന്ന സാധാരണത്തെ പോലെ തന്നെ 1 ടൈം രജിസ്ട്രേഷൻ എടുത്തിട്ട് ലോഗിൻ ചെയ്ത് അപ്ലൈ നൗ കൊടുത്ത് അപേക്ഷ സമർപ്പിക്കുക. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി എടുത്തിട്ട് വേണം അപേക്ഷ അപ്ലൈ ചെയ്യാനിരിക്കാൻ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 4/6/2025 ബുധനാഴ്ച 12 മണി വരെ. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, www.keralapsc.gov.in. ഒത്തിരി കാര്യങ്ങളുണ്ട്, നിർദ്ദേശങ്ങൾ. അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.